الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും ആയുസ്സും ഉണ്ടെങ്കിൽ റമദാനിലായിരിക്കും. ക്ഷമയുടെയും സഹനത്തിന്റെയും തൗബയുടെയും ദാനധർമ്മങ്ങളുടെയും ഒരു വസന്തകാലമാണ് റമദാൻ. നമ്മുടെ മുമ്പിലുള്ള പൂർവികരായ ആളുകൾ അവരുടെ ആയുസ് 1000 വർഷത്തിലധികം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ കഴിയും. 1000 കൊല്ലം. നമ്മുടെ സമൂഹത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 60-70 ഇടയിലാണ്.
അപ്പൊ കർമ്മങ്ങൾ കൊണ്ട് കുറഞ്ഞ ആയുസ്സുള്ള നമുക്ക് കൂടുതൽ ആയുസ്സുള്ള നമ്മുടെ പൂർവികരായ ആളുകളെ തോൽപ്പിക്കാൻ, കർമ്മം കൊണ്ട് അതിജയിക്കാനുള്ള അവസരമാണ് റമദാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും നാളെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. ആ പൂർവികരായിട്ടുള്ള 1000 വർഷങ്ങൾ ജീവിച്ച എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് സ്വർഗത്തിൽ ഒന്നാമതായി എത്താൻ ചില പുണ്യങ്ങള്, ചില ശ്രേഷ്ഠതകള്, ചില അനുഗ്രഹങ്ങള് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും റബ്ബാണ് കൂലി നൽകുക. നമ്മളെല്ലാ ഫാത്തിഹ ഓതുമ്പോഴും നമ്മൾ പറയുന്ന വാചകം എന്താണ്? മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥന. എല്ലാ കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവാണ് കൂലി കൊടുക്കുന്നത്. ആർക്കും അതിൽ ഡൗട്ടില്ല. ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കർമ്മത്തെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോമ്പ് മാത്രമാണ്. അസ്സൗമുലി അന അജ്സി ബിഹി, നോമ്പ് എനിക്കാ, ഞാനതിന് കൂലി കൊടുക്കും. നിസ്കാരം അല്ലാഹ്ക്കല്ലേ. സക്കാത്തായാലും ഹജ്ജായാലും മറ്റുള്ള ആരാധനകളായാലും ഇതെല്ലാം അള്ളാഹുവിനുള്ളതാണെങ്കിൽ ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നോമ്പിന് പ്രത്യേകമായി സ്പെഷ്യലായി അള്ളാഹു എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെയും ചതിയുടെയും കാപട്യത്തിന്റെയും ലോകമാന്യതയുടെയും ലോക. ഒരാൾക്കും ഒരാളെ വിശ്വാസമില്ലാത്ത, പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പലതും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ് ഈ ദുനിയാവെന്ന് അള്ളാഹു പറയാ. വഞ്ചനയും ചതിയും കാപട്യവും ലോകമാന്യതയും തൊട്ടു തീണ്ടാത്ത ഒരു അമലുണ്ടെങ്കിൽ നോമ്പ് മാത്ര. ലൈസ ഫിസ്സിയാമി അരിയാൽ, ലോകമാന്യതയില്ലാത്ത ഒരു ആരാധനയാണ് നോമ്പ്. മറ്റൊരാളെ കാണിച്ചു വെക്കാൻ കഴിയില്ല. നിസ്കരിക്കണേ നമുക്ക് കാണാൻ കഴിയും, സക്കാത്ത് കൊടുക്കണേ നമുക്ക് കാണാൻ കഴിയും, ഹജ്ജ് കർമ്മം ചെയ്യും, പേരിന്റെ കൂടെ ഹാജി എന്നുള്ള വാല് കാണും. ഒരു സദസ്സിൽ നോമ്പ് നോൽക്കാത്ത ആരാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ, ലോകമാന്യതയുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിയാത്ത ഒരു കർമ്മമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നോൽക്കാനിരിക്കുന്ന നോമ്പ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ നമ്മൾ ജീവിക്കണേ? കുറെ കാലം ഇവിടെ ജീവിച്ച് കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും രോഗങ്ങളും പരീക്ഷകളും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം? നമ്മൾ മനസ്സിലാക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാരും മരിച്ചു പോകും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾക്ക് പരലോകത്തിൽ കൂലി നൽകുക തന്നെ ചെയ്യും. ഫമൻ സൂസിയ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകാവകാശികളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ, സ്വർഗത്തിന്റെ അവകാശിയായി മാറാൻ ആർക്ക് കഴിഞ്ഞോ അവനാണ് വിജയി. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഈ ദുനിയാവിലെ സമൃദ്ധിയേക്കാൾ, ഈ ദുനിയാവിലെ ഭൗതികമായ വിഭവങ്ങളേക്കാൾ ഇതിനപ്പുറം പരലോകത്തേക്കും ബാക്കിയാകുന്ന ശേഷിപ്പുകൾ ഉണ്ടാകണം എന്നുള്ള ചിന്താഗതി നമുക്ക് വേണം. അല്ലാഹു തആല ആത്യന്തിക ലക്ഷ്യം നേടാൻ ഉതകുന്ന രൂപത്തിൽ
ഈ നോമ്പിനെ സംവിധാനിച്ചിട്ടുണ്ട്. റമദാനിൽ ഒരൊറ്റ നോമ്പ് നമ്മൾ നോറ്റാൽ അതിന്റെ ലക്ഷ്യവും അതിന്റെ അദബും അതിന്റെ മര്യാദകളും അതിന്റെ നിർദ്ദേശങ്ങളും അതിന്റെ നിബന്ധനകളും പാലിച്ചുകൊണ്ട് റമദാനിലെ ഒരു നോമ്പ് കൃത്യമായി സ്വബോധത്തോടുകൂടി മര്യാദകൾ പാലിച്ചുകൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പ് നിർബന്ധ. ഭക്ഷണം മാത്രം മാറ്റിവെച്ചതുകൊണ്ടായില്ല. നാവിന് നോമ്പ് വേണം, കണ്ണിന് നോമ്പ് വേണം, കാതിന് നോമ്പ് വേണം, ഹൃദയത്തിന് നോമ്പ് വേണം. ഇങ്ങനെ മര്യാദ അനുസരിച്ചുകൊണ്ട് റമളാനിലെ ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് നോറ്റാൽ 70 വർഷം ഒരാൾ നടന്നാൽ എത്രത്തോളം വഴിദൂരം താണ്ടാൻ കഴിയുമോ അത്രത്തോളം ദൂരം നരകത്തിൽ നിന്നും നമ്മുടെ മുഖത്തെ അല്ലാഹു രക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള സ്വർഗപ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വസന്തകാലമാണ് നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിന്റെ കവാടങ്ങൾ നമ്മളെ മാടി വിളിക്കുകയാണ്. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും പരിശുദ്ധ റമളാനിൽ തുറക്കപ്പെടും. നമ്മൾ പേടിക്കുന്ന നരകമില്ലേ, ആ നരകത്തിന്റെ 7 കവാടങ്ങൾ പരിശുദ്ധ റമളാനിൽ കൊട്ടിയടക്കപ്പെടും. മാത്രവുമല്ല നമ്മുടെ ജന്മശത്രുവായ മനുഷ്യന്മാരെ പിഴപ്പിക്കാനായിട്ട് അജണ്ടകളുള്ള പിശാചി, ആ പിശാചിനെ ചങ്ങലക്കിടും. ജന്മശത്രുവാണ് പിശാചി. ഒന്ന് നന്നാകാൻ തീരുമാനിച്ചാല്, ഒന്ന് നിസ്കരിക്കാൻ തീരുമാനിച്ചാല്, ഒന്ന് പള്ളിയോട് അടുക്കാൻ തീരുമാനിച്ചാല്, ഒന്ന് റബ്ബിനോട് അടുക്കാൻ തീരുമാനിച്ചാല് തടസ്സമായി നിൽക്കുക ശൈത്താനാണ്. പടച്ചവന്റെ മുമ്പിൽ വെച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പിശാച് എടുത്ത പ്രതിജ്ഞയുണ്ട്. പിശാചിന്റെ പേര് കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളെന്താ ചെല്ലാറ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു. ആരാണ് പിശാചിനെ അള്ളാഹു ശപിക്കാൻ കാരണക്കാരൻ? മനുഷ്യരാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദമെന്ന് സുജൂദ് ചെയ്യില്ല എന്ന വാശി കാണിച്ചത് പിശാചാണ്. ആ പിശാചിനെ ചങ്ങലക്കിടുന്ന മാസ അള്ളാന്റെ മുമ്പിൽ വെച്ച് ആ പിശാചിന്റെ വാചകം സൂറത്ത് അറാഫ് മറിച്ചാ കാണാ. قال فبما أغويتني لأقعدن لهم صراطك المستقيم. എന്നെ പഴപ്പിക്കാൻ കാരണക്കാരനായ മനുഷ്യന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ മുമ്പിൽ അവന് തടസ്സമായി ഞാൻ നിലകൊള്ളുന്ന. ചെയ്താൻ പറഞ്ഞത് നിങ്ങള് സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, മനുഷ്യനെ പിഴപ്പിക്കാൻ അവന്റെ മുമ്പിലൂടെ ഞാൻ വരും. വമിൻ ഖൽഫിഹിം, പിമ്പിലൂടെ വരും. വമിൻ ഐമാനിഹിം, വലതുഭാഗത്തിലൂടെ വരും. വഅൻ ശമായിലിഹിം, ഇടതുഭാഗത്തിലൂടെ വരും. എല്ലാ ഭാഗത്ത് പഴപ്പിക്കാൻ. ചിലപ്പോ കൂട്ടുകാരൻ കയറും. ഖുർആൻ പറയില്ല മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തില് ഒരു ഖുർആൻ ക്ലാസ്സിന് വെച്ചാണ്ട് ഖുർആൻ ക്ലാസ്സിന് പോവുക. ഇതിങ്ങനെ മുത്തയ്ക്കായി നടന്നോ? ഒന്ന് പള്ളിക്ക് വരാനും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനും ആ ചില പരിഹസിക്കാറില്ലേ? പല കോലത്തില്, പല രൂപത്തില്, ഭാവത്തില് പിശാച് വരുന്ന, രക്തം ഒഴുകുന്നിടത്ത് മുഴുവൻ പിശാചിന്റെ ശല്യം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എങ്ങനെ ചെയ്താൽ ചങ്ങലക്കിടുക?
റമദാനായി കഴിഞ്ഞാല് ലോകത്തുള്ള മുഴുവൻ പിശാചിനെയും അല്ലാഹു ചങ്ങലക്കിടുകയാണോ? അല്ല, ചങ്ങലക്കിടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് പിശാചിനെ ചങ്ങലക്കിടേണ്ടത്. പിശാച് മുട്ടുമടക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് എങ്കിൽ അത് ഇഖ്ലാസ് മാത്രമാണ്. പടച്ചോൻ എല്ലാരും ഞാൻ പഠിപ്പിക്കും. അപ്പൊ പടച്ചോൻ പറഞ്ഞു, നിന്നെ പിന്തുടരുന്ന മുഴുവൻ ആളുകളെ കൊണ്ടും ജഹന്നം, നരകം ഞാൻ നിറക്കും. ഒരാളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല റബ്ബേ, ഇല്ലാ ഇബാദകൽ മുഖ്ലസീൻ. ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ലോകമാനിത് തൊട്ടു തീണ്ടാതെ കർമ്മങ്ങൾ ചെയ്യാൻ ആർക്ക് കഴിയുന്നുവോ പിശാചാണ് പരാജയപ്പെടുന്നത്. ആത്മാർത്ഥതയുടെ മുമ്പിൽ, ഇഖ്ലാസിന്റെ മുമ്പിലാണ് പിശാച് മുട്ടുമടക്കുന്നത്. ഇഖ്ലാസോടുകൂടി ഒരാളെ ബോധ്യപ്പെടുത്താനല്ല, തന്റെ ഭാവിക്ക് വേണ്ടിയാണ്, തന്റെ പരലോക നന്മക്ക് വേണ്ടിയാണ് എന്ന ബോധത്തോട് കൂടിയായിരിക്കണം ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ എല്ലാവരും ഉണ്ട്, നമുക്ക് നമ്മെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കൂടെ വരാൻ, നമുക്ക് ട്രിപ്പിന്റെ കൂടെ വരാൻ, നമുക്ക് സംഗമങ്ങൾ ഒരുക്കാൻ എല്ലാവരും ഉണ്ട്. ഒപ്പത്തിനൊപ്പുണ്ട്, ചങ്കികളുണ്ട്, കൂട്ടുകാരുണ്ട്. സഹോദരങ്ങളെ, ഒരാള് തിരിഞ്ഞേക്കൂല. നാളെ കണ്ട പരിചയം ഉണ്ടാവില്ല. പല ആളുകൾക്കും വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കുക, നമ്മുടെ അധ്വാനം മുഴുവൻ മാറ്റിവെക്കുന്ന നമ്മള് പരലോകത്ത് എത്തിപ്പെടുമ്പോൾ എല്ലാരും ഇവിടെ കാണും. ഏട്ടനും അനുജനും കൂട്ടുകാരനും നാട്ടുകാരനും അനുയായികളും എല്ലാരും ഉണ്ടാവും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. പടച്ചോനെ, എന്റെ കുട്ടിനെ തരാം, എന്റെ മകനെ തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. എന്റെ കുട്ടിയെ നീ എടുത്തോളൂ, പകരം എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. മാത്രമല്ല, ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി, എന്റെ സാഹിബത്തിനെ തരാം, എന്റെ ഭാര്യയെ തരാം, എന്റെ കൂട്ടുകാരെ തരാം, വഅഖീഹി, എന്റെ കൂടപ്പിറപ്പുകളെ തരാം, വഫസീലത്തില്ലത്തി തുവി, എനിക്ക് എല്ലാമായ ആശ്രയമേകുന്ന എന്റെ കുടുംബമില്ലേ റബ്ബേ, കുടുംബക്കാരെ മുഴുവൻ തരാം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ലോകത്തുള്ള സകല മനുഷ്യരെയും റബ്ബേ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. തികച്ചും സ്വാർത്ഥൻ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക, ചോര നീരാക്കി, ശരീരത്തിന്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച്, ഇടതടവില്ലാതെ, വിശ്രമമില്ലാതെ ഓടി നമ്മള് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരാളുണ്ടാവില്ല. ആ മഹ്ശറയിൽ, ആരാരും സഹായിക്കാനില്ലാത്ത ആ മഹ്ശറയിൽ നമ്മൾ നോൽക്കാതിരിക്കുന്ന നോമ്പ്, നമ്മൾ ഓതാനിരിക്കുന്ന ഖുർആൻ, അല്ലെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിഅബ്ദി, തന്റെ അടിമകൾക്ക് വേണ്ടി ശുപാർശ പറയാൻ നോമ്പുണ്ടാകും. വൽ ഖുർആൻ, ഖുർആൻ ഉണ്ടാവും. ഖുർആൻ ഉണ്ടാകണമെങ്കിൽ ആ സോഫീസിൽ നിന്ന് എടുക്കണം, ആ മൊബൈലിൽ നിന്ന് എടുക്കണം. നമ്മള് എല്ലാരും മൊബൈലുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിന്റെ ആപ്പുകളില്ലേ, തഫ്സീറുകളില്ലേ, തജ്വീദുകളില്ലേ, വിശദീകരണങ്ങളില്ലേ. ഈ ഖുർആൻ ഒരാളും സഹായിക്കാനില്ലാത്ത മത്സരയിൽ ഈ ഖുർആൻ താങ്ങായി, തടലായി, ആശ്വാസമായി, സമാധാനമായി വരണമെങ്കിൽ പ്രതിജ്ഞ എടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അർത്ഥം അറിഞ്ഞു ഓതണ്ടേ. എത്ര കൊല്ലായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയില്ലേ? എത്ര റമദാൻ നമുക്ക് കിട്ടി? അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് ലോകരെ വഴി നടത്താൻ ഇറക്കിയ ഖുർആൻ
ഒരു തവണ ഓതാതെ എന്റെ ഇമാം ഖുർആനാണെന്ന് നമുക്കെങ്ങനെ പറയാനാകും? 70 കൊല്ലത്തോളം തന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ലക്ഷ്യബോധത്തോടുകൂടി അതമുകൾ പാലിച്ചുകൊണ്ട്, മര്യാദകൾ പാലിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്ന 8 കവാടങ്ങളിൽ ഒരു കവാടം നോമ്പുകാർക്ക് മാത്രമായി ഒഴിച്ചിട്ടുണ്ട്. ഇന്നഫിൽ ജന്നത്തി ബാബയുകാലു റയ്യാൻ, റയ്യാൻ എന്ന് വിളിക്കുന്ന ഒരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹും ഇല്ല സ്സായിമൂന, നോമ്പുകാർക്കല്ലാത്ത ഒരാൾക്ക് പോലും ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയില്ല. ഫൈദാ ദഖലു ഉഗ്ലിക ഫലം യദ്ഖുൽ അഹദും മിൻഹു, നോമ്പുകാർ കയറി കഴിഞ്ഞാൽ ആ കവാടം പൊട്ടിയടക്കും. പിന്നെ ഒരാൾക്ക് പോലും ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയില്ല. ഈ ഓർമ്മ വേണം നമുക്ക്, ഈ ബോധം വേണം നമുക്ക്. പടച്ചോനെ, ഇന്റെ ഈ ദിവസത്തെ നോമ്പ് കൊണ്ട്, നോമ്പ് തുറക്കുമ്പോൾ റബ്ബേ നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് നോറ്റത്, നിന്റെ ഭക്ഷണം കൊണ്ട് ഞാനിതാ നോമ്പ് തുറക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ നരമ്പുകൾ നിറഞ്ഞു. പ്രതിഫലം ഉറപ്പായ റബ്ബേ നീ കൂടി ഉദ്ദേശിച്ചാലെന്നുള്ള പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നമ്മൾ കാരക്ക നുറയുമ്പോഴേ നമ്മളെ മനസ്സിൽ വേണം, പടച്ചോനെ ഈ നോമ്പ് കൊണ്ട് 70 ദിവസം എന്റെ മുഖത്തെ റബ്ബേ നീ കാത്തു രക്ഷിക്കണേ എന്ന പ്രാർത്ഥന, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, അതിന് വളരെ പ്രാധാന്യമുണ്ട്. അള്ളാഹു തട്ടുകയില്ല എന്നാണ്, ഉത്തരം തരാതിരിക്കില്ല. അപ്പൊ ബോധം ഭക്ഷണം മുമ്പിൽ കാണുമ്പോ ചെല്ലാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ റബ്ബിനെ നേർക്ക് കാണാനുള്ള അവസരം നിങ്ങൾ ആലോചിക്കുക. സെലിബ്രിറ്റിനെ കാണാൻ വേണ്ടിയിട്ട് നാടും നഗരവും വീടും റോഡും എല്ലാം ബ്ലോക്കായി. കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള മ്യൂസിക്കൽ സ്റ്റേജ് പ്രോഗ്രാമിൽ റോഡുകളും ബീച്ചുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞ് എന്തിന്? തന്റെ സെലിബ്രിറ്റി ഒന്ന് കാണാൻ, അവരുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ, അവരെ ഒന്ന് കാണാൻ. നമ്മളെ റബ്ബിനെ കാണാൻ നമുക്ക് ഊതില്ലേ? എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കാതെ, ഒരു ബന്ധില്ലാതെ, ഹർത്താലില്ലാതെ, പിക്കറ്റിംഗ് ഇല്ലാതെ, പണിമുടക്കില്ലാതെ കഴിഞ്ഞ ദിവസം പണിമുടക്ക ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എന്തെങ്കിലും നടത്തിയിട്ടാ ഈ ഐശ്വര്യങ്ങളൊക്കെ പഠിച്ചു തന്നത്? ആരോഗ്യം തന്നത്, ബുദ്ധി തന്നത്, സാങ്കേതിക മികവ് തന്നത്, സൗന്ദര്യം തന്നത്, അറിവ് തന്നത്, ഇതൊന്നും ചോദിക്കാതെ തന്നതാ. ആ റബ്ബിനെ കാണാൻ ആഗ്രഹമല്ലേ? ലിസ്വാഇമി ഫർഹതാനി, നോമ്പുകാർക്ക് 2 സന്തോഷവേളയുണ്ട്. ഫർഹതൻ ഇൻദ ഫിത്രി, നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സന്തോഷം. ആ കാരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, കാരക്കന്റെ കുരു എന്നെ പുറത്തേക്കിട്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് വാങ്ങി, മിനിറ്റുകളുടെ വലുപ്പമില്ലപ്പോഴാ, സെക്കൻഡുകളുടെ നീളമില്ലപ്പോഴാ, കൊടുത്തില്ലേ? എന്താണത് ആ കാത്തിരിപ്പ്, ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള അനുഭൂതി, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അനുഭൂതി. അതുപോലെ തന്നെ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആകാശത്തിലെ പൊന്നമ്പിളിയെ കാണുന്ന, 14 രാവ് കാണുന്ന രൂപത്തിൽ വ്യക്തമായി ഒരു മറയില്ലാതെ തന്റെ റബ്ബിനെ നേർക്ക് നേരെ കാണാൻ കഴിയുന്നത് ലിസ്വായിമി നോമ്പുകാർക്കാണ്. പ്രാർത്ഥന വേണം സഹോദരങ്ങളെ. നമ്മൾ പ്രാർത്ഥിക്കണം, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ ഇത് ഓഫറുകളുടെ കാല, ഡിസ്കൗണ്ടുകളുടെ കാല. 30% മുതൽ 50% മുതൽ 80% വരെ ഓഫർ കൊടുക്കുന്ന കാല. വിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന ഓഫർ എന്താ? ഭൗതിക ലോകത്ത് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അയൺ ബോക്സ് ഫ്രീയാ, മിക്സിന്റെ ഒപ്പം ഡിന്നർ സെറ്റ് ഫ്രീയാ, 3 സോപ്പ് വാങ്ങുമ്പോൾ 1 സോപ്പ് ഫ്രീയാ, 2 സാരി വാങ്ങിയ 2 സാരി ഫ്രീയാ. തോട്ടിയോടൊപ്പം ആന ഫ്രീ എന്ന് പറയുന്ന കാലം. ആനയോടൊപ്പം തോട്ടി ഫ്രീ എന്ന് പറയുന്നതിന് പകരം
തോട്ടിയോടൊപ്പം ആന ഫ്രീ എന്നുള്ള കാലം, മാതാവിനോടൊപ്പം കുട്ടി ഫ്രീ എന്ന് പറയുന്ന കാലം, ഓഫറിന്റെ കാലമാണ്, ഡിസ്കൗണ്ടിന്റെ കാലമാണ്. റമദാൻ നമുക്ക് നൽകുന്ന ഡിസ്കൗണ്ട് എന്താ? റമദാൻ നമുക്ക് നൽകുന്ന ഓഫർ എന്താ? ഓഫർ എന്ന് പറയാം എന്തിക്കാരെ തിരക്കാരെ വിറ്റ് കാലിയാക്കൽ, 50% ഡിസ്കൗണ്ട്. അടുത്തേക്കാൻ പോകാൻ പറ്റൂല. റമദാൻ നമുക്ക് നൽകുന്ന ഡിസ്കൗണ്ട് എന്താ? റമദാൻ നമുക്ക് നൽകുന്ന ഓഫർ എന്താ? കുല്ലു അസലത്തിൻ ബിഅശ്രി അംസാലിഹാ ഇലാ 700 ദിഅഫിൻ. നോമ്പല്ലാത്ത സമയത്ത് തന്നെ ഒരു പുണ്യം ചെയ്താല് 10 മുതൽ 700 ഇരട്ടി വരെ കൂലിയ. നോമ്പല്ലാത്ത സമയത്ത്. എന്നാ നോമ്പിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്തറിയോ? അസ്സൗമുലി, നോമ്പ് എനിക്കാണ്. അനാജിസിബിഹി, ഞാൻ എത്രയാണോ ഉദ്ദേശിച്ചത്, കണക്കില്ലാത്ത ഒരാളുടെ മനസ്സാക്ഷിയും സാഹചര്യവും സന്ദർഭവും സൂക്ഷ്മതയും എത്രത്തോളം ഉണ്ടോ അതാണ് നോമ്പിന്റെ കൂലി. 700-800 ഇരട്ടിയല്ല. നാളെ ഇഷായിന് വരുന്ന മുഴുവൻ ആളുകൾക്കും 5000 റുപ്യ കൊടുക്കാന്ന് പറഞ്ഞാല് എന്ത് തിരക്കേക്കാരും ഇവിടെ അല്ലെ? ഭൗതികമായ നേട്ടത്തിലേക്ക് മാത്രമുള്ള ശ്രദ്ധ, മരണത്തിന് ശേഷം കിട്ടുന്ന ലാഭത്തെ കുറിച്ചോ ഓഫറിനെ കുറിച്ചോ നമുക്ക് ബോധമല്ല. ഇപ്പൊ വെള്ളിയാഴ്ചകൾ ആലോചിച്ച് നോക്കി, നേരത്തെ വന്ന ഒട്ടക അർത്ഥ കൂലിയ. ഈ റമദാനിലാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഉദയത്തിൽ 7-1 കഴിയാത്ത നമ്മളെ 7-1 കഴിയാത്ത നമ്മൾ കുറച്ച് നേരത്തെ കുളിച്ചൊരുങ്ങി ആ നീയത്തോടുകൂടി വന്നാൽ കിട്ടുക. നമ്മക്കത് വേണ്ട. 5 ലക്ഷം വില വരുന്ന ഒട്ടകൊന്നും അറക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ആ കൂലി നമുക്ക് വേണ്ടെന്നാണ് നമ്മുടെ കർമ്മങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, മാലാകന്മാര് ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന സമയ യുനാദി മുനാദി, യുനാദി മുനാദി, വിളിച്ചു പറയുന്ന മാലാകന്മാര് പറയും, യാ ബായിൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യണമെന്ന്, തൗബ ചെയ്യണമെന്ന്, ജീവിതം നന്നാക്കണമെന്ന് നിങ്ങളെ മനസ്സിലുണ്ടോ? ഖൈർ അഖ്ബിൽ, സമയം കളയാതെ മുന്നോട്ട് വരൂ. യാ ബായിൽ ശർ അക്സിർ, തിന്മ മാത്രം ചെയ്യുന്ന, ഉന്തി തള്ളിട്ട പോലും പടിഞ്ഞാറിക്ക് തിരിഞ്ഞു നോക്കാത്തവന്, തിന്മ മാത്രം ചെയ്യുന്ന ആളുകളെ അക്സിർ, കുറച്ചോളിട്ടോ, അടുത്ത റമദാൻ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാലാകന്മാർ വിളിച്ചു പറയാനിരിക്കുന്ന അവസരം ഏതാനും ന്യൂസുകൾക്കുള്ളിൽ ഉണ്ടാകും. സഹോദരങ്ങളെ, അതിനെ ഉൾപ്പെടുത്തുക, അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് വേണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പൂർവികരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി മാറണമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. റമദ് എന്ന് പറഞ്ഞ റമളാൻ എന്നുള്ള പദം റമദ് എന്നുള്ള പദത്തിനാ വന്നത്. റമദ് എന്ന് പറഞ്ഞാല് നല്ല വേനുള്ള സമയത്ത് കിട്ടുന്ന കുളിർ മഴയ്ക്ക് പറയുന്ന പേരാണ് റമദ്. ഒരു കുളിർ മഴയാണ്, ഒരു ആശ്വാസമാണ്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ നിന്ന്, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു മഴ കിട്ടിയാൽ സസ്യലതാദികൾ മുളച്ചു വന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നന്മയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് മനസ്സിലാക്കി ഹൃദയം നന്നാക്കാൻ, നന്മ ചെയ്ത് സ്വർഗം നേടാൻ പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ട അവസരമാണ് ഈ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ എല്ലാ നിലക്കും അല്ലാഹു നമ്മെ സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.